ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നെറ്റി ബബിൾ കേക്ക്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിനേക്കാളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിൻ്റേത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കിതിലോട്ട് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഭാഗം നമുക്ക് മൈദ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ബൂസ്റ്റിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടിച്ചെടുത്ത് നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് മാറ്റാം. ഇനി ഞാനൊരു ബൗളിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടിച്ചൊരു കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പരുവത്തിൽ വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലോട്ട് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ടിന് ഇവിടെ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് കളയാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന് ഞാൻ കുക്കറിലുള്ളിലോട്ട് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 ലെയേഴ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും അതുപോലെ കാഷ്നട്ട്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് കേക്ക് മുഴുവനായിട്ട് നമുക്ക് ഒന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ബബിൾസ് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണിത്. എന്നൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒന്ന് ചെറുത് വലുതും പിന്നെ അതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് ബബിൾസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ബബിൾസ് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് അരിപ്പയിലൂടെ ബൂസ്റ്റ് പൊടി തട്ടിയിട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് വരച്ചെടുത്ത ബബിൾസിൻ്റെ മുകളിൽ ഒന്നുകൂടി ബബിൾസ് ചെറുതായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള നട്ട്സും ചോക്ലേറ്റ് പീസസും നമുക്ക് ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഉള്ളിലൊക്കെ നട്ട്സൊക്കെ വെച്ച് ഫില്ല് ചെയ്ത കാരണം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.